ഫിഫ വേൾഡ് കപ്പിൽ ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയം ഇന്ന് സാക്ഷ്യം വഹിച്ചത് ഗംഭീരമായ ഒരു അട്ടിമറിക്കാണ്. വേൾഡ് കപ്പിൽ ചില മത്സരങ്ങൾ സ്കോർ ലൈൻ കൊണ്ടല്ല ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്, മറിച്ച് ആ മത്സരങ്ങൾ നൽകുന്ന സന്ദേശം കൊണ്ടാണ് അവ ഓർമ്മിക്കപ്പെടുന്നത്. ഇന്ന് ജർമ്മനിയും ഇക്വഡോറും തമ്മിൽ നടന്ന മത്സരം അത്തരമൊരു പോരാട്ടമായിരുന്നു. കളി തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്: ശക്തരായ ജർമ്മനി ഇന്ന് എത്ര ഗോളുകൾക്കായിരിക്കും വിജയിക്കുക? കാരണം ലോകോത്തര താരങ്ങളും മികച്ച സ്ക്വാഡും അനുഭവ സമ്പത്തും എല്ലാം ജർമ്മനിയുടെ പക്ഷത്ത് തന്നെയായിരുന്നു. മറുവശത്ത് പോരാട്ട വീര്യമുണ്ടെങ്കിലും താരമൂല്യത്തിലും പരിചയ സമ്പത്തിലും വളരെ പിൻപിലായിരുന്നു ഇക്വഡോർ. പക്ഷെ ഫുട്ബോൾ ഒരിക്കലും പേരുകൾ നോക്കി വിജയികളെ തീരുമാനിക്കുന്നൊരു കളിയല്ല എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു. വിസിൽ മുഴങ്ങിയത് മുതൽ 90 മിനിറ്റ് വരെ ആരാണ് കൂടുതൽ ബുദ്ധിപരമായി കളിച്ചത്, ആരാണ് പിഴവുകൾ കുറച്ചത്, ആരാണ് അവസരങ്ങൾ മുതലെടുത്തത്, ഇതുമാത്രമാണ് ഫുട്ബോളിൽ നിർണായകമായി മാറുന്നത്. അതെ, ഇന്നത്തെ കളിയുടെ അവസാനം സ്കോർ ബോർഡ് വെളിപ്പെടുത്തിയത് ഒരു വലിയ ഞെട്ടിക്കുന്ന സത്യമായിരുന്നു. ഇക്വഡോർ 2, ജർമ്മനി 1. 4 തവണ ലോക ചാമ്പ്യന്മാരും 4 തവണ 2ാം സ്ഥാനക്കാരും അതേപോലെ തന്നെ 4 തവണ 3ാം സ്ഥാനക്കാരുമായി ലോകകപ്പ് ഫുട്ബോളിൽ മറ്റാർക്കുമില്ലാത്ത ചരിത്രം കുറിച്ച ജർമ്മനിയെ താരതമ്യേന ദുർബലരായ ഇക്വഡോർ ഇന്ന് മലർത്തി അടിച്ചു കളഞ്ഞു. ഇതൊരു തോൽവി മാത്രമായിരുന്നില്ല, ജർമ്മനിക്ക് ലഭിച്ച ശക്തമായൊരു മുന്നറിയിപ്പും ഇക്വഡോറിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പ്രഖ്യാപനവുമായിരുന്നു. മത്സരത്തിന് മുൻപുള്ള സാഹചര്യം പരിശോധിച്ചാൽ ജർമ്മനി ഇതിനകം തന്നെ അടുത്ത റൗണ്ട് ഉറപ്പിച്ച ടീമായിരുന്നു. അതുകൊണ്ട് സമ്മർദ്ദം അവർക്ക് വളരെ കുറവാണ്. അതിനാൽ തന്നെ ആരാധകർ പ്രതീക്ഷിച്ചത് കൂടുതൽ സ്വതന്ത്രവും ആക്രമണാത്മകവുമായ പ്രകടനമായിരുന്നു. പക്ഷേ ഇക്വഡോറിന് സ്ഥിതി വ്യത്യസ്തമായിരുന്നു. അവരുടെ ഓരോ പോയിന്റിനും അത്രമാത്രം വിലയുണ്ടായിരുന്നു. അതിനാൽ അവരാദ്യ മിനിറ്റ് മുതൽ ജീവൻ മരണ പോരാട്ടത്തിൻ്റെ മനോഭാവത്തിലാണ് കളത്തിലിറങ്ങിയത്. ആ മനോഭാവമാണ് പിന്നീട് മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചത്. ആദ്യ വിസിൽ മുഴങ്ങുമ്പോൾ ജർമ്മനിയുടെ മിന്നൽ തുടക്കമാണ് ലോകം കണ്ടത്. കളി ആരംഭിച്ച് 2 മിനിറ്റുകൾ പോലും പിന്നിടുന്നതിന് മുൻപ് ജർമ്മനിയുടെ ശക്തമായ ആക്രമണം വെളിപ്പെട്ടു. മധ്യനിരയിൽ നിന്നും വേഗത്തിൽ പന്ത് മുൻപിലെത്തി ഇക്വഡോർ പ്രതിരോധം പൂർണ്ണമായി ക്രമീകരിക്കുന്നതിന് മുൻപ് തന്നെ ജർമ്മൻ മുന്നേറ്റം ബോക്സിലേക്ക് ഇരച്ചു കയറി. ആ ഇരമ്പിപ്പാച്ചിലിനൊടുവിൽ ലിറോയ് സെയ്ൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ പന്ത് ഇക്വഡോറിന്റെ വലയിലെത്തിച്ചു. അതെ, കളിയുടെ 2ാം മിനിറ്റ് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ജർമ്മനി 1-0 മുൻപിൽ. ആ നിമിഷം ലോകമെമ്പാടുമുള്ള ആരാധകർ കരുതിയത് ഇതൊരു ഏകപക്ഷീയമായ മത്സരമായി തീരും എന്നായിരുന്നു. ജർമ്മൻ താരങ്ങളുടെ ശരീരഭാഷയും ആത്മവിശ്വാസവും അത് തന്നെയായിരുന്നു സൂചിപ്പിച്ചത്. പക്ഷേ ഇക്വഡോർ തളർന്നില്ല. പല ചെറിയ ടീമുകളും ഇത്തരം തുടക്കത്തിലെ ഗോൾ വഴങ്ങുമ്പോൾ പ്രതിരോധത്തിലേക്ക് ഒതുങ്ങും. പക്ഷേ ഇക്വഡോർ അങ്ങനെ ചെയ്തില്ല. അവർ പന്തിനു വേണ്ടി വീണ്ടും വീണ്ടും പോരാടിക്കൊണ്ടേയിരുന്നു. മധ്യനിരയിൽ അവർ കൂടുതൽ അഗ്രസീവായി ടാക്കിളുകൾ ശക്തമാക്കി ഓരോ പന്തിൻ്റെയും പിന്നാലെ ഓടി. അവരുടെ മുഖത്ത് ഭയമല്ല, തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഇതാണ് ഇന്നത്തെ മത്സരത്തിലെ ആദ്യത്തെ വഴിത്തിരിവായി മാറിയത്. ജർമ്മനിയുടെ വലിയ പിഴവ് ലീഡ് നേടിയതിനു ശേഷം ജർമ്മനി മത്സരത്തിൻ്റെ വേഗത കുറയ്ക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു. ഇതോടെ ഇക്വഡോറിന് ആത്മവിശ്വാസം ലഭിച്ചു. അവരുടെ പ്രഷർ കുറയുകയും അവർക്ക് കൂടുതൽ സമയം പന്തുമായി മുന്നേറുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. വലിയ ടീമുകൾ പലപ്പോഴും ചെയ്യുന്ന ഏറ്റവും ഗുരുതരമായൊരു തെറ്റാണിത്. ഒരു ഗോൾ നേടിയ ഉടൻ തന്നെ ആക്രമണ തീവ്രത അവർ കുറച്ചു. ഇന്ന് ജർമ്മനിക്ക് അതിൻ്റെ വില കൊടുക്കേണ്ടി വന്നു. ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും മികച്ച മേഖല ഇക്വഡോറിന്റെ മിഡ്ഫീൽഡ് ആയിരുന്നു. ഓരോ സെക്കൻഡിലും ബോൾ സ്വന്തമാക്കുവാൻ അവർ പരിശ്രമിച്ചു. ജർമ്മൻ പാസിംഗ് ലൈനുകൾ അവർ തടഞ്ഞു. പന്ത് നഷ്ടപ്പെട്ടാലും 5-6 സെക്കൻഡിനുള്ളിൽ വീണ്ടും അത് തിരിച്ചു പിടിക്കുവാൻ ശ്രമിച്ചു. ഈ ഹൈ ഇന്റൻസിറ്റി സമീപനം വാസ്തവത്തിൽ ജർമ്മനിയുടെ റിതം തന്നെ തകർത്ത് കളഞ്ഞു. ജർമ്മനിക്ക് പന്ത് കൈവശം ഉണ്ടായിരുന്നുവെങ്കിലും കളി നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതിനിടയിൽ ജർമ്മൻ പ്രതിരോധം അല്പം മുൻപിലേക്ക് കയറിയ സമയത്ത് ഇക്വഡോർ അവസരം കണ്ടെത്തുവാൻ തുടങ്ങി. ആ അവസരം നീൽസൺ ആംഗലോ കൃത്യമായി മുതലാക്കി പന്ത് വലയിലെത്തിച്ചു. സ്കോർ ബോർഡ് 1-1. സ്റ്റേഡിയം മുഴുവനും ആവേശത്തിലാവുകയാണ്. ഈ ഗോൾ വെറും ഒരു സമനിലയായിരുന്നില്ല, ജർമ്മനിയുടെ ആത്മവിശ്വാസത്തിലേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു അത്. ഇന്നത്തെ ആദ്യ പകുതിയിൽ തന്നെ ജർമ്മൻ പ്രതിരോധം ചില വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. എന്നുവെച്ചാൽ സെൻട്രൽ ബാക്കുകൾ തമ്മിലുള്ള ആശയവിനിമയം പലപ്പോഴും വ്യക്തമായിരുന്നില്ല. ഫുൾ ബാക്കുകൾ മുൻപിലേക്ക് കയറിയപ്പോൾ പിൻപിൽ രൂപപ്പെട്ട സ്പേസുകൾ ഇക്വഡോർ പലതവണ ഉപയോഗിക്കുവാൻ ശ്രമിച്ചു. ഇത് ഫ്രാൻസ്, അർജന്റീന, സ്പെയിൻ പോലെയുള്ള ശക്തരായ ടീമുകൾക്കെതിരെയാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ആദ്യ പകുതിയിൽ തന്നെ 1/2 ഡസൻ ഗോളുകളെങ്കിലും വഴങ്ങുവാനുള്ള സാധ്യത ജർമ്മനിക്കുണ്ടായിരുന്നു. ലിറോയ് സെയ്ൻ തൻ്റെ ഗോൾ കൊണ്ട് തുടക്കത്തിൽ തന്നെ നൽകിയത് മികച്ചൊരു മുന്നേറ്റമാണ്. പക്ഷേ അതിനുശേഷം മത്സരത്തിൽ ആ തുടർച്ച നിലനിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഡ്രിബിളിങ്ങിൽ ചില മികച്ച മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവസാന പാസുകളിലും ഫൈനൽ തേർഡിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലും എപ്പോഴും കൃത്യത പുലർത്തുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ജർമ്മനിയുടെ ഏറ്റവും അപകടകാരിയായ ആക്രമണ താരങ്ങളിൽ ഒരാളായി അദ്ദേഹം തുടർന്നു. ഇന്ന് ഇക്വഡോറിന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി മാറിയത് ആംഗലോ ആയിരുന്നു.
ഗോൾ മാത്രമല്ല, ഓരോ തവണ പന്ത് കിട്ടുമ്പോൾ ജർമ്മൻ പ്രതിരോധത്തെ അയാൾ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. വേഗത, ആത്മവിശ്വാസം, നേരിട്ടുള്ള ആക്രമണം, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. ജർമ്മൻ പ്രതിരോധ നിര പലപ്പോഴും ആ മനുഷ്യനെ കൊണ്ട് ബുദ്ധിമുട്ടി. ആദ്യത്തെ 45 മിനിറ്റിന് ശേഷം സ്കോർ 1-1 നിൽക്കുന്നത്. പക്ഷേ കളിയുടെ യഥാർത്ഥ ചിത്രം സ്കോറിനേക്കാൾ വ്യത്യസ്തമായിരുന്നു. ജർമ്മനിക്ക് പന്തടക്കമുണ്ടായിരുന്നു, പക്ഷേ ഇക്വഡോറിന് പോരാട്ട വീര്യമുണ്ടായിരുന്നു. ജർമ്മനിക്ക് താരങ്ങളുടെ മികവുണ്ടായിരുന്നു, എന്നാൽ ഇക്വഡോറിന് താരങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയുണ്ടായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നു: ഈ മത്സരം ജർമ്മനിക്ക് എളുപ്പമാകയില്ല. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഇക്വഡോറിന്റെ ടാക്ടിക്കൽ മികവും ജർമ്മനിയുടെ തകർച്ചയുമായിരുന്നു വെളിപ്പെട്ടത്. രണ്ടാം പകുതിക്ക് വേണ്ടി ഇരു ടീമുകളും ഇറങ്ങിയപ്പോൾ കളിയുടെ സ്വഭാവം ആദ്യ പകുതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി മാറി. ജർമ്മനിക്ക് വീണ്ടും ലീഡ് നേടേണ്ട സമ്മർദ്ദം നിലനിൽക്കുകയാണ്. ഇക്വഡോറിനാകട്ടെ ലഭിച്ച ആത്മവിശ്വാസം നിലനിർത്തുക എന്നുള്ള വെല്ലുവിളിയും. ആദ്യ പകുതിയിൽ സമനില നേടിയതോടെ ഇക്വഡോർ ഒരു കാര്യം മനസ്സിലാക്കി: ജർമ്മനിയെ തോൽപ്പിക്കുവാൻ കഴിയും. അതേസമയം ജർമ്മനിക്കൊരു വലിയ പ്രശ്നം വ്യക്തമായിരുന്നു. അവർ പന്ത് കൈവശം വെച്ചെങ്കിലും ആ ആധിപത്യം ഗോളാക്കി മാറ്റുവാൻ കഴിഞ്ഞില്ല. രണ്ടാം പകുതിയുടെ ആദ്യ 10 മിനിറ്റിൽ തന്നെ ജർമ്മനി ആക്രമണത്തിന്റെ വേഗത കൂട്ടി. വിങ്ങുകളിലൂടെ കൂടുതൽ ആക്രമണങ്ങൾ, ഫുൾ ബാക്കുകൾ കൂടുതൽ മുന്നിലേക്ക്, മധ്യനിരയിൽ നിന്നും തുടർച്ചയായി പന്ത് ബോക്സിലേക്ക്. എന്നാൽ ഒരു പ്രശ്നം അവരെ പിന്തുടർന്നുകൊണ്ടിരുന്നു: അവസാനത്തെ പാസ് അത് കൃത്യമായില്ല. ചില സമയങ്ങളിൽ നൽകുന്ന ക്രോസുകൾ അധികം നീണ്ടുപോകുന്നു. മറ്റു ചില സമയങ്ങളിൽ ഫോർവേഡും മിഡ്ഫീൽഡറും ഒരേ സ്ഥാനത്തേക്ക് തന്നെ ഓടുന്നു. ചിലപ്പോൾ ഷോട്ട് എടുക്കേണ്ടടുത്ത് ഒരു പാസ് നൽകുന്നു, പാസ് നൽകേണ്ടടുത്ത് ഷോട്ട് എടുക്കുന്നു. ഇത്തരം ചെറിയ തീരുമാന പിഴവുകൾ വലിയ ടീമുകളെ പോലും തീർച്ചയായിട്ടും തോൽവിയിലേക്ക് നയിക്കും. അതൊക്കെ തന്നെയായിരുന്നു ഇന്ന് ജർമ്മനിയുടെ ഭാഗത്തു നിന്നും നമുക്ക് കാണുവാൻ കഴിഞ്ഞ വീഴ്ചകളും. ഇന്ന് ഇക്വഡോർ പ്രതിരോധം വെറും പന്ത് ക്ലിയർ ചെയ്യുന്നതിൽ ഒതുങ്ങിയില്ല. അവർ ഓരോ ജർമ്മൻ മുന്നേറ്റത്തെയും മുൻകൂട്ടി വായിച്ചു. 2 സെന്റർ ബാക്കുകളും മികച്ച പൊസിഷൻ കാഴ്ചവെച്ചു. ഫുൾ ബാക്കുകൾ സമയോചിതമായി അകത്തേക്ക് കയറി പഴുതുകൾ അടച്ചു. മിഡ്ഫീൽഡർമാർ പ്രതിരോധത്തെ മികച്ച രീതിയിൽ സഹായിച്ചു. ജർമ്മനിക്ക് ബോക്സിനുള്ളിൽ സ്വതന്ത്രമായി തിരിയുവാൻ അവർ ഇടം നൽകിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇക്വഡോർ ഗോൾ കീപ്പർ ഇന്ന് വലിയ സമ്മർദ്ദത്തിനിടയിലും ശാന്തനായിരുന്നു എന്നുള്ളതാണ്. ഗോൾ പോസ്റ്റിന് അഭിമുഖമായി വരുന്ന ഓരോ ക്രോസിലും കൃത്യമായ തീരുമാനമെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബോക്സിൽ നിന്നും ആത്മവിശ്വാസത്തോടെ പുറത്തേക്ക് വന്ന് പന്ത് പിടിച്ചു. ഷോട്ടുകൾ മികച്ച രീതിയിൽ തടഞ്ഞു. പ്രതിരോധ നിരയോട് നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടേയിരുന്നു. ഒരു ഗോൾ കീപ്പറുടെ ആത്മവിശ്വാസം മുഴുവനും പ്രതിരോധ നിരയിലേക്കും പകരും എന്ന് ഇന്നത്തെ മത്സരം തെളിയിച്ചു. മത്സരം ഏകദേശം 1 മണിക്കൂറിനടുത്തെത്തിയപ്പോൾ ജർമ്മനി കൂടുതൽ മുന്നിലേക്ക് കയറി കളിക്കുവാൻ തുടങ്ങി. അവർ വിജയ ഗോളിന് വേണ്ടി നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ സമയത്ത് പിന്നിൽ വലിയ സ്പേസ് രൂപപ്പെട്ടു. ഇക്വഡോർ കാത്തിരുന്നത് ആ നിമിഷത്തിനു വേണ്ടിയായിരുന്നു. പന്ത് തിരിച്ചു പിടിച്ച ഉടൻ തന്നെ അതിവേഗ കൗണ്ടർ അറ്റാക്ക്, മധ്യനിരയിൽ കൃത്യമായ മുന്നേറ്റം. ജർമ്മൻ പ്രതിരോധം തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ പന്ത് മുന്നേറ്റ നിരയിലെത്തി. ഇത് പലതവണ ആവർത്തിക്കപ്പെട്ടു. അതിൽ ഒടുവിൽ അവർ ലക്ഷ്യവും നേടി. ഗോൺസാലോ പ്ലാറ്റ കൃത്യമായ ഫിനിഷിംഗ് നടത്തി പന്ത് വലയിലെത്തിച്ചു. അതോടെ ഇക്വഡോർ 2, ജർമ്മനി 1. ആ നിമിഷം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ഇക്വഡോർ ആരാധകർ മുഴുവനും ആനന്ദ നൃത്തം ചവിട്ടുന്ന രംഗങ്ങൾ. ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കണ്ണുനീരോടുകൂടി ചിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആരാധകരെ ഇന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ജർമ്മനി ഗോൾ വഴങ്ങിയതിന് പിന്നാലെ മാറ്റങ്ങൾ വരുത്തി. കൂടുതൽ ആക്രമണാത്മക താരങ്ങളെ അവർ ഇറക്കി. വിങ്ങുകളിലൂടെ വേഗം കൂട്ടുവാൻ ശ്രമിച്ചു. മുന്നേറ്റ നിരയിൽ കൂടുതൽ സാന്നിധ്യം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ പ്രശ്നം താരങ്ങളിൽ മാത്രമായിരുന്നില്ല. ടീമിന്റെ ഘടനയിൽ തന്നെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിരുന്നു. ഒരു വശത്ത് കൂടുതൽ ആക്രമണം, എന്നാൽ മറുവശത്ത് പ്രതിരോധ നിരയിൽ സുരക്ഷ കുറഞ്ഞു. വലിയ ടീമുകൾക്കെതിരെ ലീഡ് നേടിയ ശേഷം പല ചെറിയ ടീമുകളും ഭയപ്പെടാറുണ്ട്. എന്നാൽ ഇന്ന് ഇക്വഡോർ അങ്ങനെയായിരുന്നില്ല. അവർ സമയം കളയുന്നതിൽ മാത്രമായിരുന്നില്ല ശ്രദ്ധിച്ചത്. അവസരം കിട്ടുമ്പോഴെല്ലാം വീണ്ടും ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ഇത് ജർമ്മനിക്ക് കൂടുതൽ സമ്മർദ്ദമായി മാറി. അത് കാരണം അവർക്ക് എല്ലാ താരങ്ങളെയും മുൻപിലേക്ക് അയക്കാൻ പോലും മടിയായിപ്പോയി എന്ന് വേണം പറയാൻ. ഇന്നത്തെ മത്സരത്തിലെ ഹീറോ എന്ന വിശേഷണം അർഹിക്കുന്ന പ്രകടനമായിരുന്നു ഗോൺസാലോ പ്ലാറ്റയുടേത്. വിജയ ഗോൾ മാത്രമല്ല, ഓഫ് ദ ബോൾ മൂവ്മെന്റ്, സ്പേസ് കണ്ടെത്തുവാനുള്ള കഴിവ്, വേഗത, ശരിയായ സമയത്ത് ശരിയായ തീരുമാനം, ഇതെല്ലാം ഉന്നത നിലവാരത്തിൽ തന്നെയായിരുന്നു. ഒരവസരം മാത്രം ലഭിച്ചപ്പോൾ അതിനെ ഗോളാക്കി മാറ്റി. അതായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ പ്രത്യേകത. അവസാന 20 മിനിറ്റിൽ ജർമ്മനി തുടർച്ചയായി ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടേയിരുന്നു. പന്തടക്കം അവരുടെ കൈകളിൽ തന്നെയായിരുന്നു. തുടർച്ചയായ ക്രോസുകൾ, ലോങ് ഷോട്ടുകൾ, സെറ്റ് പീസുകൾ. എന്നാൽ ഇക്വഡോർ ഓരോ തവണയും ശരീരം വെച്ച് അതിനെ പ്രതിരോധിച്ചു. ഒരു ബ്ലോക്ക്, ഒരു ഹെഡർ, ഒരു ക്ലിയറൻസ്, ഓരോ നിമിഷവും അവർ ജീവൻ കൊടുത്താണ് പ്രതിരോധം നടത്തിക്കൊണ്ടിരുന്നത്. രണ്ടാം പകുതിയിൽ പന്ത് കൂടുതൽ കൈവശം വെച്ചത് ജർമ്മനിയായിരുന്നു. എന്നാൽ മികച്ച ഫുട്ബോൾ കളിച്ചത് ഇന്ന് ഇക്വഡോർ തന്നെയായിരുന്നു. കാരണം അവർ ഓരോ അവസരത്തിനും വ്യക്തമായ പദ്ധതി തയ്യാറാക്കിയിരുന്നു.
പ്രതിരോധത്തിൽ അച്ചടക്കം, മധ്യനിരയിലെ പോരാട്ട വീര്യം, ആക്രമണത്തിലെ കൃത്യത, അതുകൊണ്ടാണ് അവർ ലോകകപ്പിലെ ഏറ്റവും വലിയ വിജയം ഇന്ന് സ്വന്തമാക്കിയത്. ഒരു മത്സരം ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നത് ഒരൊറ്റ ഗോളിന്റെ പേരിൽ മാത്രമല്ല. ഓരോ താരത്തിന്റെയും പ്രകടനം, ഓരോ തീരുമാനം, ഓരോ ടാക്ടിക്കൽ നീക്കം, ഇതൊക്കെ ചേർന്നാണ് ഒരു മത്സരത്തിന്റെ വിധി എഴുതപ്പെടുന്നത്. ഇന്ന് ജർമ്മനിക്കെതിരെ ഇക്വഡോർ നേടിയ വിജയം അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. ആദ്യ പകുതിയിൽ തന്നെ ലീഡ് നേടിയിട്ടും അവസാനം തോൽക്കേണ്ടി വന്ന ജർമ്മനിയുടെ പ്രകടനം അത് വിശദമായി പരിശോധിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അവസരങ്ങൾ ഒട്ടനവധി അവർക്ക് ലഭിച്ചിരുന്നു. ബോക്സിലേക്ക് അവർക്ക് പ്രവേശനവും ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ ടച്ചിൽ പിഴവുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. വലിയ ടീമുകൾക്ക് ഇത്തരം ഒരാഡംബരം ലോകകപ്പിൽ അനുവദിക്കില്ല. കാരണം അവർ അവസരം നഷ്ടപ്പെടുത്തിയാൽ എതിർ ടീം അടുത്ത നിമിഷം ഗോൾ നേടും. അതുതന്നെയാണ് ഇന്ന് സംഭവിച്ചത്. ആശയവിനിമയത്തിലെ കുറവ്, മാർക്കിങ്ങിലെ പിഴവുകൾ, ട്രാൻസിഷനിലെ വേഗതക്കുറവ്, കൗണ്ടർ അറ്റാക്ക് തടയുന്നതിലെ പരാജയം, ഈ 4 കാര്യങ്ങളും ഇക്വഡോർ കൃത്യമായി മുതലെടുത്തു. ജർമ്മനി ഇക്വഡോറിന്റെ പോരാട്ട വീര്യത്തെ വേണ്ട തരത്തിൽ ഗൗരവത്തിലെടുത്തില്ല. വലിയ ക്ലബ്ബുകളിൽ മാത്രം കളിക്കുന്ന താരങ്ങൾ ഉണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം വിജയം ഉറപ്പിക്കുവാൻ കഴിയില്ല. മറിച്ച് കൂട്ടായ്മ, അച്ചടക്കം, അർപ്പണബോധം, കൃത്യമായ പദ്ധതി, ഇവയൊക്കെ ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏത് വമ്പൻ ടീമിനെയും തോൽപ്പിക്കാം എന്ന് ഇക്വഡോർ ഇന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ജർമ്മനി ഇന്ന് തോറ്റത് വെറും 2 ഗോളുകൾ വഴങ്ങിയതുകൊണ്ടല്ല, മറിച്ച് ഇക്വഡോർ തയ്യാറാക്കിയ പദ്ധതിയെ വായിക്കുവാൻ ജർമ്മനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. എന്തായാലും മത്സരം ജയിച്ചതിന് ശേഷമുള്ള ആ ആഘോഷം അത് കാണേണ്ടത് തന്നെയായിരുന്നു. എന്നുവെച്ചാൽ വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം താരങ്ങളുടെ ആഘോഷവും ആവേശവുമായിരുന്നു മത്സരത്തിന് ശേഷം ഇന്ന് നമുക്ക് ആ സ്റ്റേഡിയത്തിൽ കാണുവാൻ കഴിഞ്ഞത്. കാരണം അവർ തോൽപ്പിച്ചത്, അവർ മലർത്തിയടിച്ചത് ജർമ്മനിയെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ആഘോഷിച്ചേ മതിയാവുകയുള്ളൂ. അതെ, ഇക്വഡോർ ജനത മുഴുവനും ഈ ദിവസം ആഘോഷിക്കുകയാണ്, ആനന്ദ നൃത്തത്തോടെ, ആനന്ദ കണ്ണുനീരോടുകൂടി. ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഒന്ന് ഹൈപ്പ് ചെയ്യുവാനും, അപ്പോൾ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.